അതിലൂടെ കടന്നുപോയ യേശുക്രിസ്തുവിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അവൻ ചുമന്നത് നമ്മുടെ വേദനകളാ, അവൻ ചുമന്നത് നമ്മുടെ മുറിവുകളാ. അവന്റെ മുറിവുകളിൽ നമുക്ക് സൗഖ്യമുണ്ട് എന്ന് ഈ 12ാം സ്ഥലത്ത് നമ്മൾ ധ്യാനിക്കുകയാണ്. ഒരമ്മച്ചി എൻ്റെ അടുക്ക പറഞ്ഞു, അച്ഛ നടുപൊടിയുന്ന പണി അച്ഛന്മാർക്ക് പോലും അറിയാൻ മേലല്ലോ, വീട്ടിലുള്ളവർക്ക് പോലും അറിയാൻ മേലല്ലോ. അമ്മച്ചി 4:30 എഴുന്നേൽക്കുന്നതാ. 4-5 പിള്ളേർ പള്ളിപ്പുറത്തിൽ പോകണുണ്ട്. അവർക്ക് ചോറൊക്കെ പൊറിഞ്ഞു കെട്ടി കൊടുക്കണമെങ്കിൽ 4:30 എഴുന്നേൽക്കണം. അലാറം വെച്ച് കിടന്നുറങ്ങുന്നേ. കുട്ടികളുടെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ? പ്രായം ചെന്ന അപ്പനും അമ്മയുണ്ട്, ഭർത്താവുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കണം. ആടുണ്ട്, പശുവുണ്ട്, കോഴിയുണ്ട്. അമ്മച്ചി പറയുന്നത് രാവിലെ 4:30 എഴുന്നേൽക്കുന്ന അമ്മച്ചി 11 മണിക്കാണ് കിടക്കുന്നത്. അമ്മച്ചിയുടെ പരാതി നടുപൊടിയുന്ന പണി ഈശോയ്ക്ക് അറിയാവോ എന്നാ. ഏറ്റവും നടുപൊടിയുന്ന പണി എന്നതാണ്? ആശാരിപ്പണിയല്ലേ. ഈശോ ഈ 30 വയസ്സ് വരെ ആശാരിപ്പണി ചെയ്ത് ജീവിച്ചു. ഒരിക്കലും അമ്മ പറയും, എൻ്റെ നടുപൊടിയുന്ന പണി ആർക്കെങ്കിലും അറിയാവോ? നമ്മുടെ വേദനകളിലൂടെ അവിടെ കടന്നു പോയിട്ടുണ്ട്. ഞാൻ സ്വന്തം വർഷങ്ങളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നൊരു കാലത്ത് ഒരു കുട്ടിയോട് പറഞ്ഞു, അടുത്ത വ്യാഴാഴ്ച നിന്റെ വീട്ടിൽ ഞാനൊന്ന് വരുന്നുണ്ട്, അന്ന് നിന്റെ പള്ളിയിൽ ഒരു ആരാധന നടത്തുവാനായിട്ട് ഞാൻ വരുന്നുണ്ട്, മോനെ വീട്ടിൽ വരട്ടെ, ഇത്തിരി കപ്പയും വേവിച്ച് മീനും കറി വെച്ച് തരാവോ? ഒക്കെ അച്ഛാന്ന് പറഞ്ഞു. അവനെ ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒന്ന് കാത്തു നിൽക്കുക. അവൻ കാല് മാറി, അച്ഛ ഇപ്പം വരണ്ട, വീട് മഴ നനഞ്ഞ് തെറ്റിയും തെറിഞ്ഞും കിടക്കുക, അച്ഛനെ വെയിൽ തെളിയുമ്പോൾ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. എൻ്റെ ക്ലാസ്സിലെ ഒരു കൊച്ചിൻ്റെ നൊമ്പരം, വീടില്ലാത്തതിൻ്റെ നൊമ്പരം. കോളേജിൽ പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വേദനകളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടോ, ആ വേദനകളിലൂടെ എല്ലാം ആക്ഷേപത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, പരദൂഷണത്തിൻ്റെ, മാറ്റി നിർത്തലുകളുടെ എല്ലാ വേദനകളിലൂടെയും കടന്നുപോയ ഈശോയെ നമ്മൾ പരിചയപ്പെടണം. എൻ്റെ പ്രതികൂലങ്ങളോട് ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാനായി സാധിക്കുക. 12ാം സ്ഥലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം അനുരഞ്ജനത്തിൻ്റെ അനുഗ്രഹമാണ്. ദൈവം നമ്മളോട് അനുരഞ്ജനപ്പെട്ടതിൻ്റെ, നമ്മൾ അനുരഞ്ജനപ്പെടുന്നതിൻ്റെ, എൻ്റെ ഇന്നലകളോടും പ്രതികൂലങ്ങളോടും ഞാൻ ക്ഷമിക്കുന്നതിൻ്റെ വലിയ അനുഗ്രഹം 12ാം സ്ഥലത്ത് ഈശോ നമ്മളോട് നമുക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രൂശിതൻ്റെ ഈ അനുരഞ്ജനത്തിൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി 13ാം സ്ഥലത്തേക്ക് നമുക്കുള്ള യാത്ര തുടങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
പുത്രർ ഞങ്ങളെ മടിയെ ചേർക്കുവാൻ ഞങ്ങളുടെ അവൻ മരണമടഞ്ഞപ്പോൾ ആ വിജാതീയനായ ശതാധിപൻ 100 പട്ടാളക്കാരുടെ ചാർജ് ഉണ്ടായിരുന്ന പട്ടാളക്കാരൻ വിളിച്ചു പറയുകയാ, അവൻ സത്യമായും നീതിമാനായിരുന്നു. കുരിശിലെ 5ാമത്തെ അത്ഭുതമാണ്. പട്ടാളക്കാരനായ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു, അവൻ സത്യമായും നീതിമാനായിരുന്നു. കുരിശിലെ 5ാമത്തെ സാധ്യത വിജാതീയരായ ആളുകളുടെ മാനസാന്തരം. കത്തോലിക്കരായ നമ്മൾ മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? എല്ലാവരും ഈശോയെ അറിയണം, എല്ലാവരും ഈശോയെ സ്നേഹിക്കണം, എല്ലാവരും ഈശോ വഴി സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, ആ ഓർമ്മയാണ് ഈ 13ാം സ്ഥലത്ത് നിൽക്കുമ്പോൾ നിങ്ങളുമായി എനിക്ക് പങ്കുവെക്കുവാനുള്ള സന്ദേശം. ഇന്ത്യ മുഴുവൻ മാനസാന്തരപ്പെടണം. ലോകമെമ്പാടുമുള്ള ആളുകൾ ഈശോയെ അറിയുകയും ഈശോയിലൂടെ മോക്ഷം പ്രാപിക്കുവാനായിട്ട് കഴിയുകയും ചെയ്യണം. അതിനുള്ള തുടക്കം യേശുക്രിസ്തുവിന്റെ കുരിശിൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് നമുക്കറിയാം. വിജാതീയനായ ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നു, അവൻ സത്യമായും നീതിമാനായിരുന്നു. ഈ സ്ഥലത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ളവരെ, മിഷണറിമാരായിട്ടുള്ള വൈദികരെയും കന്യാസ്ത്രീമാരെയും എല്ലാം നമ്മൾ ഓർമ്മിക്കണം. മലയാളികളായ നമ്മൾ ഈ സുവിശേഷീകരണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന നമ്മുടെ മനുഷ്യ സമ്പത്തുണ്ടല്ലോ, നമ്മുടെ അച്ഛന്മാരും കന്യാസ്ത്രീമാരും, നമുക്കും അതിനകത്ത് വലിയ ചുമതലയുണ്ട് എന്ന് മനസ്സിലാക്കി ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി ലോകമുള്ള എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 3:16, ആരും നഷ്ടപ്പെട്ടു പോകാൻ കഴിയാത്ത വിധത്തിൽ തൻ്റെ ഏകജാതനെ അവൻ വെറുമയാക്കി. പിതാവായ ദൈവം നമ്മളെയാണോ കൂടുതൽ സ്നേഹിച്ചത്? തൻ്റെ ഏകജാതനെയാണോ? തൻ്റെ ഏകജാതനെ കൈവിട്ട് കളഞ്ഞ് നമ്മെ കൂടുതൽ സ്നേഹിച്ചത് നമ്മളിലൂടെ മറ്റുള്ളവർ ദൈവത്തിൻ്റെ സ്നേഹം അറിയുന്നതിനും മാനസാന്തരപ്പെടുന്നതിനുമാണ്. നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ പറയണം, ഈ നാട്ടിൽ ദൈവം ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയാണ് സുവിശേഷീകരണം നടക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം, ദീർഘമായ സമയമായി. 6ാമത്തെ അനുഗ്രഹം, അത് 53ാമത്തെ തിരുവചനമാ. ലൂക്കായുടെ സുവിശേഷം 23:12 അനുരഞ്ജനം, 23:25 പാപമോചനം, 23:26 കുടുംബ വിശുദ്ധീകരണം, 25:43 പർദീസ അനുഭവം, 47 വിജാതീയരുടെ മാനസാന്തരം, 53ാമത്തെ അനുഗ്രഹം. ഭയപ്പാടുണ്ടായിരുന്ന 2 പേരെ പരിചയമില്ലേ? രഹസ്യ ശിഷ്യന്മാർ 70 പേരാണ് സഹീന്ദ്രൻ സംഘത്തിലെ അംഗങ്ങൾ. അതിൽ 2 പേർ ഈശോയുടെ അടുക്കൽ രാത്രി പോകുമായിരുന്നു. അരിമത്തിയാക്കാരൻ ജോസഫും നിക്കോദേമോസും. ഭയവാ മറ്റുള്ളവരെ, അതുകൊണ്ട് രാത്രി പോകും. ഈശോയെ കാണാൻ ആഗ്രഹമുണ്ട്. 2 പേരേ ഉള്ളൂ 70 പേരിൽ. ആ 2 പേരെ കുറിച്ചുള്ളൊരു സൂചന കൂടി നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഈശോ മരിച്ചു കഴിഞ്ഞപ്പോ ഈ പേടിത്തൊണ്ടന്മാരുടെ ഭയമെല്ലാം മാറി. പീലാത്തോസിന്റെ അരമനയിൽ ചെന്ന് അരിമത്തിയാക്കാരൻ ജോസഫ് പറയുക, മരിച്ചവൻ ഞങ്ങളുടെ സ്നേഹിതനാ, അവന്റെ ശരീരം തരിക, അവന്റെ ശരീരം ഞങ്ങൾക്ക് വിട്ടുതരിക. എനിക്ക് ഒരു കല്ലറയുണ്ട്, ആ കല്ലറയിൽ ഞാൻ അവനെ അടക്കം ചെയ്യട്ടെ. 6ാമത്തെ അനുഗ്രഹം, കുരിശിൽ ധൈര്യമുണ്ട്. എല്ലാ ഭയവും മാറും.
കുരിശ് ധരിക്കുന്നവരും വഹിക്കുന്നവരുമാണ് നമ്മൾ. എവിടെ കുരിശുണ്ടോ അവിടെ ധൈര്യമുണ്ട്. യേശുവിൻ്റെ അനുയായികളെല്ലാം നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു വലിയ മാതൃകയുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 6 അനുഗ്രഹങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചത്. എവിടെ ഈ കുരിശിതനായ ക്രിസ്തു മരിക്കുന്നത് വഴിയായി നമുക്ക് ധൈര്യം കിട്ടുന്നു, വിജാതിയുടെ മാനസാന്തരം ഉണ്ടാകുന്നു, നമുക്ക് പർദീസായുടെ അനുഭവം ഉണ്ടാകുന്നു, പാപമോചനം ഉണ്ടാകുന്നു, കുടുംബ വിശുദ്ധീകരണം ഉണ്ടാകുന്നു. ഇതൊക്കെ കുരിശിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. 36 കൊല്ലം മുമ്പ് ഞാൻ ഈ പള്ളിയിൽ അസിസ്റ്റന്റ് ആയിരുന്നു. പ്രസംഗിക്കാൻ പഠിച്ചത് ശനിയാഴ്ചകളിലെ നൊവാനകളിലെ പ്രസംഗിച്ചുകൊണ്ട് വർഷമെത്ര കടന്നുപോയി. എങ്കിലും ഏറെ പേരെ ഇവർക്ക് പരിചയമുണ്ട്. നമ്മൾ 3 മണിക്ക് തുടങ്ങിയതാ, 7 മണി ആകാറായി. ഏതാണ്ട് 4.25 കിലോമീറ്ററുകൾ നമ്മൾ നടന്നു കഴിഞ്ഞു. ഏതാനും ചൂട് വെച്ചാൽ നമ്മൾ തുടങ്ങിയിടത്ത് എത്തിച്ചേരും. ഇന്നത്തെ കുരിശിന്റെ വഴി നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹമായി മാറട്ടെ. ഈശോയുടെ കുരിശിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. എളിയവനായി എനിക്ക് ഇതുപോലെ അവസരം തന്ന വലിയ ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടും കൊച്ചച്ഛന്മാരോടുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്നെ സശക്തി ശ്രമിച്ച നിങ്ങൾക്ക് ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ ക്രൂശിതനായ ക്രിസ്തുവിന് വലിയ 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 മഹത്വം ഉണ്ടാവട്ടെ. ആമേൻ. അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുത്ത്